പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഒതായി പെരകമണ്ണ ജി എച്ച് എസ് ചാന്ദ്രദിനം വളരെ ഗംഭീരമായി ആചരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷം. പാഠ്യേതര മേഖലയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന GHS ഒതായി പെരകമണ്ണയിലെ GHS ഒരുപാട് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ ഒരു വിദ്യാലയമാണ്. മനുഷ്യൻ ചന്ദ്രദിനം 52ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ചാന്ദ്രദിനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. GHS പെരകമണ്ണ ഇനിയും ബഹുദൂരം മികച്ച പ്രവർത്തനങ്ങളുടെ മുന്നേറട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. ഇതോടൊപ്പം ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലാസ് കൂടി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ പാണക്കാട് MUIP സ്കൂളിലെ ഗഫൂർ മാഷ്. 1991 മുതൽ നാസയുടെ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷക കേന്ദ്രമായ നാസയുടെ മീഡിയ റിസോഴ്സ് സെന്ററിലെ മെമ്പർ കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ചന്ദ്രനിലേക്കുള്ള യാത്ര എന്നുള്ള ക്ലാസ്സുകൾ ഒരുപാട് എടുത്തു കഴിഞ്ഞു. ഏകദേശം 6000-ഓളം വേദികൾ എൻ്റെ ക്ലാസ്സുകൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയ വളരെ സന്തോഷം. ജൂലൈ 21 ചാന്ദ്രദിനം. നമുക്കൊക്കെ അറിയാം, 20ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സംഭാവനയായിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ അയൽഗോളമായ ചന്ദ്രനിൽ പോയി പരീക്ഷ നിരീക്ഷണം നടത്തി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പറ്റി എന്നുള്ളത്. 1969 ജൂലൈ 21-ാം തീയതി അപ്പോളോ 11 യാത്രികരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ എന്നിവർ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ചുവടുവെപ്പ് മാനവരാശിക്ക് മഹത്തായ ഒരു കുതിച്ചയാവും. ചന്ദ്രനിറങ്ങുന്ന സമയത്ത് നീൽ ആംസ്ട്രോങ് പറഞ്ഞ പ്രസിദ്ധമായ 2 വരികളാണ്. ഏകദേശം 2.5 മണിക്കൂർ സമയം മാത്രമാണ് അപ്പോളോ 11 യാത്രികർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി നടന്നത്. ഏകദേശം 52 വർഷം പിന്നീടെയാണ് ഈ മഹത്തായ സംഭവം നടന്നത്. അപ്പോൾ 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിറങ്ങിയ പത്രത്തിൽ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. ചന്ദ്രനിറങ്ങിയ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ചെന്നിറങ്ങി നടന്നു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും മാതൃവാഹനത്തിലേക്ക് മടങ്ങുന്നു. അമേരിക്കൻ ബാഹ്യാകാശചാരികളുടെ മഹത്തായ വിജയം. ലോകോത്പത്തിക്ക് ശേഷം മനുഷ്യനെ ആദ്യമായി ഇന്ന് രാവിലെ ചന്ദ്രനിൽ തന്റെ പാദമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ചു ഭൂമിയിലെത്തി. ഒരു ഭൂമിയിലെത്തിന്റെ തൊട്ടടുത്ത ദിവസത്തെ 10 ചന്ദ്രനിറങ്ങിയ അമേരിക്കൻ ബഹിരാകാശ യാത്രികർ തിരിച്ചു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും കോളിൻസും ഭദ്രമായി ശാന്തസമുദ്രത്തിലിറങ്ങി. ഈ യുഗത്തിലെ ഏറ്റവും പ്രസിദ്ധരായ വീരസാഹസികർക്ക് അത്യുജ്വല സ്വീകരണം. ഈ പത്രം എനിക്ക് കിട്ടിയത് എൻ്റെ ഉപ്പ എന്നെപ്പോലെ സ്കൂളിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം സൂക്ഷിച്ചു വെച്ച ഈ പത്രങ്ങൾ വായിച്ചു തന്നുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി എനിക്ക് ചെറിയ താല്പര്യം തോന്നി. അങ്ങനെ 1991 അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷക കേന്ദ്രമായ നാസയുടെ മീഡിയ റിസോഴ്സ് സെന്ററിൽ മെമ്പർഷിപ്പ് എടുത്തു. അതിന് നാസയുമായുള്ള ബന്ധം 1991 മുതൽ തുടങ്ങിയതാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ചാന്ദ്രപര്യവേഷണമാണ്. ഇപ്പം നാസയിൽ നിന്ന് ഏകദേശം 362 മണിക്കൂർ നേരെ ഇരുന്ന് കാണാനുള്ള ചാന്ദ്രപര്യവേഷണ വീഡിയോകൾ, 12,813 ഫോട്ടോകൾ, നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെ സുനിത വില്യംസ് വരെയുള്ള 128 ബഹിരാകാശ യാത്രയുടെ കയ്യൊപ്പുകൾ, ഇവരവിടെ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പേന, അങ്ങനെ ഒരുപാട് വീട്ടിലൊരു നല്ലൊരു കളക്ഷൻ തന്നെ ഇത്രയും കാലമായിട്ട് നാസയിൽ ശേഖരിക്കാൻ പറ്റി. അപ്പോൾ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിറങ്ങിയ അപ്പോളോ 11 3 യാത്രികരാണ്. ആദ്യമായി ചന്ദ്രനിറങ്ങി നീൽ ആംസ്ട്രോങ്, അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി എഡ്വിൻ ആൾഡ്രിൻ, തിരിച്ചുവരാനുള്ള വാഹനം ധരിച്ചു മൈക്കൽ കോളിൻസ്. ഈ 3 യാത്രക്കാരുടെയും പോകുന്ന അന്ന് അവരുടെ പ്രായം 3 പേർക്കും 39 വയസ്സാണ്. ഇപ്പോൾ അവർ ചന്ദ്രൻ പോയിരുന്നത് ഏകദേശം 52 വർഷം കഴിഞ്ഞു. അപ്പൊ ഇന്ന് അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 91 വയസ്സാകുമായിരുന്നു. ഇതാണ് നീൽ ആംസ്ട്രോങ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി എഡ്വിൻ ആൾഡ്രിൻ, തിരിച്ചുവരാനുള്ള വാഹനം ധരിച്ചു മൈക്കൽ കോളിൻസ്. ഇതില് നീൽ ആംസ്ട്രോങ്ങും മൈക്കൽ കോളിൻസും മരിച്ചുപോയി. എഡ്വിൻ ആൾഡ്രിൻ ഇന്നും ജീവിച്ചിരുന്നു. ഇതിപ്പോൾ അവരുടെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് 82ാമത്തെ വയസ്സിലെടുത്ത ഫോട്ടോയാണ്. നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ. ഇതിപ്പോൾ ആൾഡ്രിൻ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. മൈക്കൽ കോളിൻസും നീൽ ആംസ്ട്രോങ്ങും മരിച്ചു.
അപ്പോളോ 11 ശേഷം ചന്ദ്രനിലിറങ്ങി അപ്പോളോ 12. ഇതാണ് അപ്പോളോ 12 3 യാത്രക്കാർ. അതിൽ ചന്ദ്രനിറങ്ങി ഒന്ന് ചാൾസ് പീറ്റ് കോൺറാഡ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി അലൻ ബി. തിരിച്ചൊരാളെ വാഹനം തിരിച്ചു റിച്ചാർഡ് ബോർട്ടൺ. അപ്പോളോ 12 ശേഷം ചന്ദ്രനിറങ്ങാൻ വേണ്ടി പോയി അപ്പോളോ 13. പക്ഷെ ഇവർക്ക് ചന്ദ്രനിറങ്ങാൻ പറ്റാത്തൊരു അപകടം സംഭവിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഇവർ കൊണ്ടുപോയ ഓക്സിജന്റെ ടാങ്ക് പൊട്ടിത്തെറിച്ച് ശ്വസിക്കാൻ വേണ്ട ഓക്സിജന്റെ 3/4 ഭാഗവും ശൂന്യാകാശ ചോർന്നുപോയി. അത് ചന്ദ്രനിറങ്ങി തിരിച്ചു വരുന്നവരെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവില്ല എന്ന് കരുതി ചന്ദ്രനിറങ്ങാൻ തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ പറയുന്നു. അത് ചന്ദ്രനിറങ്ങാൻ ഒന്ന് ഇയാൾ ജിം ലോബ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങേണ്ടായിരുന്ന ഫ്രെഡ് ഹേയ്സ്. തിരിച്ചുള്ള വാഹനം ധരിച്ച ജാക്ക് സ്വൈഗാർഡ്. തുടർന്ന് ചന്ദ്രനിറങ്ങി അപ്പോളോ 14. അത് ചന്ദ്രനിറങ്ങി ഒന്ന് ഇയാൾ അലൻ ഷെപ്പേർഡ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി എഡ്ഗാർ മിച്ചൽ. തിരിച്ചുള്ള വാഹനം ധരിച്ചു സ്റ്റുവർട്ട് റൂസ. തുടർന്ന് അപ്പോളോ 15. ചന്ദ്രനിറങ്ങി ഡേവിഡ് സ്കോട്ട്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി ജെയിംസ് ഇർവിൻ. തിരിച്ചൊരാളെ വാഹനം തെളിച്ചു ആൽഫ്രഡ് ബോർട്ടൺ. തുടർന്ന് അപ്പോളോ 16. ചന്ദ്രനിറങ്ങി ജോൺ യങ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി ചാർലി ഡ്യൂക്ക്. തിരിച്ചൊരാളെ വാഹനം തെളിച്ചു തോമസ് കെ മാറ്റിക്ലി. അങ്ങനെ അവസാനം ചന്ദ്രനിറങ്ങി അപ്പോളോ 17. അപ്പോളോ 17 ചന്ദ്രനിറങ്ങിയ യുജീൻ സർനാൻ. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങി ഹാരിസൺ ജാക്ക് സ്മിത്ത്. തിരിച്ചൊരാളുടെ വാഹനം തിരിച്ചു റൊണാൾഡ് ഇവാൻസ്. അങ്ങനെ മനുഷ്യൻ 6 പ്രാവശ്യമായിട്ട് ചന്ദ്രന് കൊണ്ടുവന്ന പാറയും മണ്ണും മൊത്തം 362 കിലോ. അതിൽ 2 ഗ്രാം തൂക്കമുള്ള ഒരു പാറയുടെ കഷ്ണം എനിക്ക് കാണാൻ വേണ്ടി നാസയെ നയിച്ചത് 42 ദിവസത്തിന് കടമായിട്ടാണ് നിന്നത്. 42 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല. അത് അതുകൊണ്ട് ഞാൻ അതിന്റെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. ഇത് ഇത്ര വലിപ്പമുണ്ടായത് വളരെ ചെറുതാണ്. ഇത് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് വലുതാക്കി ഫോട്ടോ എടുക്കുന്നതാണ്. ഈ വലിപ്പമുള്ള പാറ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പോളൊന്നും മകവനാക്കളെ ടിപ്പറിനോട് ഇടുമ്പോൾ അല്ലേ അത്രയും വലിപ്പമുണ്ട് സാധനം. ഇത് പറഞ്ഞു ചന്ദ്രന് കൊണ്ടുവന്ന ഇതിലൊരു പാറയിൽ നിന്നുള്ളൊരു ചെറിയ കഷ്ടമാണ് കിട്ടുന്നവരെ കാണാൻ വേണ്ടി തന്നിട്ടുണ്ട്. ചന്ദ്രൻ മണ്ണിന്റെ നിറമാണ്. കാരണം അത്ര സുന്ദരനല്ലാതെ ചന്ദ്രൻ. മൊത്തം 382 കിലോ പാറയും മണ്ണുമാണ് മനുഷ്യൻ ചന്ദ്രൻ കൊണ്ടുവന്നത്. ഈ പാറയെന്നുള്ള കഷ്ടമാണ് അന്ന് നൽകി തന്നിരുന്നത്. അപ്പോളോ 16 കൊണ്ടുവന്ന ഈ പാറയെന്നുള്ള ചെറിയ കഷ്ടം. ഇനി ഇവരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവരെ കഴിഞ്ഞാൽ ഒരുപാട് വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന കുറേ വസ്തുക്കളുണ്ട്. ഒന്നിരണ്ണം കാണിക്കും. ആദ്യമായി ചന്ദ്രനിറങ്ങിയ നീൽ ആംസ്ട്രോങ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ഒപ്പിട്ട് എനിക്ക് അയച്ചെന്ന അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. നീൽ ആംസ്ട്രോങ് ഓട്ടോഗ്രാഫ്. ഇത് അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങിയ എഡ്വിൻ ആൾഡ്രിൻ. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. തിരിച്ചൊരാളുടെ വാഹനം തെളിച്ച മൈക്കൽ കോളിൻസ്. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. അപ്പോളോ 14 ചന്ദ്രനിറങ്ങിയ എഡ്ഗാർ മിച്ചൽ. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. ഇത് അവസാനം ചന്ദ്രനിറങ്ങിയ യുജീൻ സർനാൻ. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. അദ്ദേഹത്തിന്റെ കൂടെ ചന്ദ്രനിറങ്ങിയ ഹാരിസൺ ജാക്ക് സ്മിത്ത്. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്. ഇത് കൽപ്പന ലൊക്കേഷൻ ഇപ്പോൾ ബഹിരാകാശത്തിൽ ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെ കയ്യൊപ്പ്. അങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കി ഈ ഒരു കയ്യൊപ്പാണ്. അബ്ദുൽ ഗഫൂർ KVM ബെസ്റ്റ് റിഗാർഡ് ജോൺ. അല്ല ജോൺ അപ്പോളോ 16 ചന്ദ്രനിറങ്ങി നടന്ന ഏറ്റവും കൂടുതൽ നേരം ചന്ദ്രനിറങ്ങി നടന്ന 6 പ്രാവശ്യം ബഹിരാകാശ യാത്ര നടത്തിയ ജോണി യങ് എന്ന് പറഞ്ഞ കേസിലെ കയ്യൊപ്പാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ചന്ദ്രയാൻ. അതിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രസിദ്ധ ശാസ്ത്രങ്ങളുടെ കയ്യൊപ്പുകളാണ്. അത് സ്വാമി അണ്ണാദുരൈ, ഡോക്ടർ ജി മാധവൻ നായർ, ഡോക്ടർ രാധാകൃഷ്ണൻ, BN സുരേഷ്, PJ ഭട്ട്, അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഈ ഒരു ഫോട്ടോ ശ്രദ്ധിക്കുക. അടുത്ത കാലത്ത് നിങ്ങൾ ഒരുപാട് കണ്ടിരുന്ന കൊളംബിയ ആ മരിച്ച 7 പേര് കൽപ്പന ചൗളയും കൂട്ടരും അവര് പോകുന്നതിന് മുമ്പ് അവരയച്ചുന്ന ഫോട്ടോയാണ് അവരെ ഓട്ടോഗ്രാഫ്. ഇനി നിങ്ങൾ ഈ കൂട്ടത്തിൽ വായിക്കേണ്ട 2-3 പുസ്തകങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയ അവസരത്തിൽ ഒന്ന് ഫസ്റ്റ് മാൻ. നീൽ ആംസ്ട്രോങ്ങിന്റെ ആത്മകഥയാണ് ഫസ്റ്റ് മാൻ. ഇത് കുട്ടികളായ നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചെടുക്കേണ്ട ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ എഡ്വിൻ ആൾഡ്രിന്റെ ആത്മകഥ മാഗ്നിഫിഷ്യന്റ് ഡെസൊല്യൂഷൻ. ഇതും നിങ്ങളൊന്ന് വായിക്കും. മൈക്കൽ കോളിൻസിന്റെ ആത്മകഥ ക്യാരിയിങ് ദ ഫയർ. ഇതും നിങ്ങൾ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ്. സാവധാനം വായിച്ച് സൗകര്യം പോലെ വാങ്ങിയിരുന്ന കുറച്ച് വലിയ മുതിർന്നിട്ടൊക്കെ വായിച്ച് പഠിച്ചാലും മതി. ഇനി നിങ്ങൾക്ക് മനുഷ്യന്റെ ചാന്ദ്രയാത്രയെക്കുറിച്ച് ആധികാരികമായിട്ട് ഇന്ന് ലോകത്തുള്ള ഏറ്റവും നല്ല പുസ്തകമാണ് എ മാൻ ഓൺ ദി മൂൺ. ആൻഡ്രൂ ചൈക്കിൻ എഴുതിയ എ മാൻ ഓൺ ദി മൂൺ എന്നുള്ള ഈ പുസ്തകം. ഇത് അപ്പോളോ ചന്ദ്രയാത്രകളെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ മനുഷ്യന്റെ
ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിരുന്നു മനുഷ്യന് ചന്ദ്രനിറങ്ങി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പറ്റിയത്. അതിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ചാന്ദ്രദിനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചാന്ദ്രദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 1969 ജൂലൈ 21 ആദ്യമായി നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നത്. ആ മഹത്തായ കുതിച്ചുചാട്ടത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് നാം വീണ്ടും. ലോക ചാന്ദ്രദിനം എന്നറിയപ്പെടുന്ന ഈ ദിനത്തിന് വളരെയേറെ പ്രാധാന്യം. 24 വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ദൗത്യവുമായി നാസ തന്നെ ബഹിരാകാശ ദൗത്യത്തിന് തുടക്കമിട്ടു കഴിഞ്ഞു. ചാന്ദ്രയാത്രയുടെ ആദ്യ ഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേര് അപ്പോളോ എന്നാണെങ്കിൽ രണ്ടാമത്തെ യാത്രയായിട്ടുള്ള ഇതിന് പേരിട്ടിട്ടുള്ളത് ആർട്ടമിസ് എന്നാണ്. അപ്പോളോ എന്നത് യവന പുരാണത്തിലെ ദേവന്റെ പേരാണ്. എന്നാൽ ആർട്ടമിസ് എന്നത് അപ്പോളോയുടെ ഇരട്ട സഹോദരിയുടെ പേരാണ്. ഗേറ്റ് വേ എന്ന ബഹിരാകാശ നിലയമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സഞ്ചാരികളെ നേരിട്ട് ചന്ദ്രനിൽ ഇറക്കുന്നതിന് പകരം ഗേറ്റ് വേ എന്ന ബഹിരാകാശ നിലയത്തിലാണ് ആദ്യം സഞ്ചാരികളെ ഇറക്കുന്നത്. അവിടെ നിന്ന് HLS അഥവാ ഹ്യൂമൻ ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ചാണ് മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്നത്. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടവും. ഇനി അമ്പിളി മാമൻ മനുഷ്യന്റെ കൈകുമ്പിളിൽ. നമസ്കാരം, ഞാൻ മിഥുന PR. പ്രധാന വാർത്ത: മനുഷ്യൻ ചന്ദ്രനിൽ. സമയം രാവിലെ 3:56. ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് ബഹിരാകാശ പേടകത്തിൽ നിന്ന് ചന്ദ്രനിലേക്ക്. ചരിത്രത്തിന്റെ നാളുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട നിമിഷം. മനുഷ്യവംശത്തോളം പ്രായമുള്ള സ്വപ്നം ഇനി യാഥാർത്ഥ്യം. ഈഗിൾ എന്ന യൂണ മൊഡ്യൂളിൽ നിന്ന് 19 മിനിറ്റിനു ശേഷം എഡ്വിൻ ആൽഡിൻ നീൽ ആംസ്ട്രോങ്ങിന് പിന്നാലെ ചന്ദ്രനിലേക്ക്. കാലുകൾ ആഴ്ന്നു പോകുന്നിടത്തോളം നനുത്ത പൊടിപടലങ്ങളാൽ നിറഞ്ഞിരുന്നു ചന്ദ്രോപരിതലം. എനിക്ക് എന്റെ കാൽപ്പാടുകൾ വ്യക്തമായി കാണാം, ആംസ്ട്രോങ് തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിന്റെ കാലുകൾ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത് അനേകായിരങ്ങൾ തത്സമയം ടെലിവിഷനെ സ്ക്രീനിൽ കണ്ടു. പതിയെ അദ്ദേഹത്തിന്റെ ചിത്രം വ്യക്തമായി. അമേരിക്കയിലെ ഒരു മരുഭൂമി പോലെ ഇരിക്കുന്നു, എന്നാൽ വളരെ മനോഹരം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച അപ്പോളോ 11 എന്ന വാഹനം ജൂലൈ 21, 1969 ഇതേ ദിവസമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ആ മഹത്തായ സംഭവത്തിന്റെ വാർഷികമാണ് നാം ജൂലൈ 21 ചന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. Hi, I am Vaiga. I am studying 6th A class. July 20 is celebrated as National Moon Day. On this day, Neil Armstrong walked on the surface of the moon in the year 1969. The space community celebrates this. നമസ്കാരം, ഞാനാണ് കൽപ്പന ചോള. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ഇന്ത്യൻ വനിതയാണ് ഞാൻ. ഇന്ന് ജൂലൈ 21. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഭൂമിയുടെ പ്രകൃത്യായുള്ള ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിക്ക് വെളിയിൽ മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളവും ചന്ദ്രനാണ്. ചന്ദ്രദിനം ജൂലൈ 21. ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21. ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21.
മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ ഓർമ്മ ദിനമാണ്. ഈ ദിനത്തിൽ നമ്മോടൊപ്പം ചേർന്ന് ജ്ഞാനസംബന്ധമായ സന്ദേശം നൽകിയ നാസയുടെ മീഡിയ റിസോഴ്സസ് അംഗവും പാണക്കാട് AUAUP സ്കൂളിലെ അധ്യാപകനുമായ ശ്രീ അബ്ദുൽ ഗഫൂർ സാറിന് GHS പെരുകമണ്ണ സയൻസ് ക്ലബിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. അമ്മ